everyone, ഈ വീഡിയോയിൽ റൈസ് മാക്സിംസ് ഓഫ് കോൺവെർസേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇത് കമ്മ്യൂണിക്കേഷൻ എന്ന മൊഡ്യൂൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയ ആണ്. സോ വളരെ റീസെൻ്റ് ആയിട്ട് നടന്ന ഡിസംബർ 2023 നെറ്റ് എക്സാമിൽ ഇംഗ്ലീഷിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ എന്ന്. സോ അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു തോട്ട് അല്ലെങ്കിൽ ഈ ഒരു മാക്സിംസ് ഓഫ് കോൺവെർസേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നത്. സോ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഐഡിയ. സോ ദാറ്റ്സ് വൈ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദിസ് പെർട്ടിക്കുലർ theory or concept in this session. So I'll just show you the question. നമുക്ക് ആ ഒരു എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: one of the four maxims of conversation, quantity maxim, reflects the right amount of, and we have various options given, paradigms, then we have syntax, similes and information. So ഇവിടെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ അവർ പറഞ്ഞിട്ടുണ്ട് കോൺവെർസേഷൻ ഓഫ് അല്ലെങ്കിൽ 4 maxims of conversation എന്നുള്ള ടോപ്പിക് എന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ആ 4 maxims of conversationൽ ഒന്നാണ് ക്വാണ്ടിറ്റി മാക്സിം എന്ന് പറയുന്നത്. സോ ഈ ക്വാണ്ടിറ്റി മാക്സിമിൽ ബേസിക്കലി എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഇറ്റ് റിഫ്ലെക്ട്സ് എ റൈറ്റ് എമൗണ്ട് ഓഫ് വാട്ട്, ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. അപ്പം ഇത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബേസിക്കലി എന്താണ് ഈ 4 maxims ഓഫ് കോൺവെർസേഷൻ എന്നുള്ളത് അറിയണം. ആൻഡ് ഓൾസോ ഈ ഓരോ മാക്സിമം എന്താണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയണം. അപ്പോൾ അവിടെയാണ് ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. സോ വി ഹാവ് ദ തിയറിസ്റ്റ് ഓർ വി ഹാവ് ദ ഫിലോസഫേഴ്സ് നെയിം ഇസ് പോൾ റൈസ്, ഹൂ ഇസ് ബിഹൈൻഡ് ദിസ് ഐഡിയ. അപ്പോൾ അദ്ദേഹം വളരെ ഫേമസ് ഒരു ഫിലോസഫറും ഒരു ലിംഗ്വിസ്റ്റുമാണ്. ഓക്കെ, ലിംഗ്വിസ്റ്റിക്സ് ഇറ്റ്സ് ബേസിക്കലി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. സോ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ എമിനൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം റിസർച്ച് ചെയ്തൊരു കാര്യമാണ് ദ വേസ് പീപ്പിൾ ഡിറൈവ് മീനിങ് ഫ്രം ലാംഗ്വേജ്. അതായത് ഒരു ഭാഷയിൽ നിന്ന് ആളുകൾ എങ്ങനെയാണ് അർത്ഥങ്ങൾ ഡിറൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ മീനിങ് ആളുകൾ എങ്ങനെ ഡിറൈവ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അദ്ദേഹം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ പഠനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്തൊരു ബുക്കാണ് സ്റ്റഡീസ് ഇൻ ദ വേ ഓഫ് വേർഡ്സ് എന്ന് പറയുന്ന ഒരു ബുക്ക്. ആൻഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ബുക്ക് ഹി ഹാസ് ഔട്ട്ലൈൻഡ് 4 main maxims of conversation which describe how people communicate when they want to make sure that they are properly understood by others. അതായത് നമുക്കിപ്പം നമ്മൾ പറയുന്ന കാര്യം മറ്റൊരാൾക്ക് നന്നായി മനസ്സിലാവണമെന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വിഷനോട് കൂടി അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തോടു കൂടി നമ്മളൊരു കാര്യം മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് അദ്ദേഹം പഠിക്കുകയും അതിൻ്റെ ബേസിസിൽ അദ്ദേഹം 4 maxims അല്ലെങ്കിൽ 4 maxims അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തു. സോ ദിസ് ആക്ച്വലി ഡിസ്ക്രൈബ്സ് ഹൗ പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് വെൻ ദേ വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ പ്രോപ്പർലി അണ്ടർസ്റ്റുഡ് ബൈ അതേഴ്സ്. അതായത് ഞാൻ പറയുന്ന കാര്യം മറ്റൊരാൾക്ക് നന്നായി മനസ്സിലാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ഈ 4 maxims ഐഡൻറ്റിഫൈ ചെയ്തത്. സോ ഏതൊക്കെയാണത്? വി ഹാവ് ദ മാക്സിമം ഓഫ് ക്വാണ്ടിറ്റി, ദ മാക്സിമം ഓഫ് ക്വാളിറ്റി, the maximum of relation and also the maximum of manner. So ഇതിനകത്ത് നമ്മൾ ഓൾറെഡി കണ്ട ക്വസ്റ്റ്യനിൽ they focused on quantity അല്ലെ, ക്വാണ്ടിറ്റി ആണ് അവർ പെർട്ടിക്കുലർലി ഫോക്കസ് ചെയ്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ എന്താണ് ദ മാക്സിമം ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ വെർ വൺ ട്രൈസ് ടു ബി ആസ് ഇൻഫോർമേറ്റീവ് as one possibly can and gives as much information as is needed and no more. സോ ഇവിടെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടി. അതായത് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ടേം നിങ്ങൾ ഓൾറെഡി ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസിൽ കണ്ടിരുന്നു. സോ ദാറ്റ് ഈസ് വാട്ട് ഹിയർ ഫോക്കസസ് ആണ് അല്ലേ. അപ്പോൾ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിറ്റിയാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് ഒരു കാര്യം ഒരാൾ ചോദിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് എന്തുമാത്രം ഇൻഫർമേഷൻ നമുക്ക് അയാൾക്ക് കൊടുക്കാമോ, വാട്ട് എവർ പോസിബിൾ ഇൻഫർമേഷൻ ദാറ്റ് വി ഹാവ് അത് നമ്മൾ കൊടുക്കുകയാണ്, നോട്ട് മോർ ദാൻ ദാറ്റ്. അതായത് അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. അതായത് എന്തൊക്കെയാണോ അദ്ദേഹത്തിന് ആവശ്യം, ആ വിഷയത്തിൽ അദ്ദേഹത്തിന് ആവശ്യം എന്തൊക്കെയാണോ അത് മാക്സിമം നമ്മൾ കൊടുക്കുന്നു. ആൻഡ് വി ആർ നോട്ട് മേക്കിംഗ് ദ കോൺട്രിബ്യൂഷൻ മോർ ഇൻഫർമേറ്റീവ് ദാൻ ഇസ് റിക്വയർഡ്. ആവശ്യത്തിൽ ഉപരി ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് എക്സ്റ്റെൻഡ് ചെയ്തൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. ബട്ട് വി ഗീവ് ദം പോസിബിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. സോ ദാറ്റ് ഈസ് വാട്ട് ദിസ് മാക്സിമം ഓഫ് ക്വാണ്ടിറ്റി ഈസ് ഓൾ അബൌട്ട്. സോ ഇവിടെ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഇവിടുത്തെ മാക്സിമം ഓഫ് ക്വാണ്ടിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഇൻഫർമേഷൻ എന്ന് പറയുന്ന ആസ്പെക്റ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ വി ഹാവ് മാക്സിമം ഓഫ് ക്വാളിറ്റി. അവിടെ എന്താ ഫോക്കസ് ചെയ്യുന്നത്? വെർ വൺ ട്രൈസ് ടു ബി ട്രൂത്ത്ഫുൾ and does not give information that is false or that is not supported by evidence. So quantitative information ആണ് ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്നു, റിക്വയർഡ് ആയിട്ടുള്ള കേട്ടോ ആ ഒരു വിഷയത്തിൽ നമ്മളോട് ചോദിക്കുന്ന വിഷയത്തിൽ റിക്വയർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്നു. ദാറ്റ് ഈസ് ക്വാണ്ടിറ്റി. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വി ട്രൈ ടു ബി ട്രൂത്ത്ഫുൾ. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അതായത് വി ആർ കോൺട്രിബ്യൂട്ടിങ് വാട്ട്
ദാറ്റ് ഇസ് ട്രൂ, അതായത് നമ്മൾ കംപ്ലീറ്റ്ലി നമുക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ഒരു ഫോൾസ് ഇൻഫർമേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ ഫോൾസ് ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കാൻ നമ്മളൊരു കോൺവെർസേഷനിൽ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ എവിഡൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ എവിഡൻസ് കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യം നമ്മൾ നമ്മുടെ ഈ ഒരു കോൺവെർസേഷനിൽ ഒഴിവാക്കുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ദെയർ കംസ് എ മാക്സിമം ഓഫ് ക്വാളിറ്റി. അപ്പോൾ അവിടെ എന്താ, രണ്ട് കാര്യങ്ങളാണ്. ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ഇതിനകത്ത് ഈ മാക്സിമം തന്നെ നമുക്ക് സബ് മാക്സിമംസ് ഉണ്ട്. ഇത് രണ്ടിൽ നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത് ഫോക്കസ് ചെയ്യണം. സോ വാട്ട് ഹിയർ ഫോക്കസസ് ഇസ് ദ ക്വാളിറ്റി ഓർ ട്രൂത്ത്ഫുൾ ആയിട്ട്, അതായത് നമുക്ക് തെറ്റെന്ന് തോന്നുന്ന ഒരു കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ എന്താ, നമുക്ക് ആഡിക്വേറ്റ് ആയിട്ട് എവിഡൻസ്, ഇതിന് നമുക്കിങ്ങനെ എവിഡൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. നമുക്കങ്ങനെ കൃത്യമായിട്ട് ഉറപ്പില്ലാത്ത അല്ലെങ്കിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള എവിഡൻസ് കൊടുക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ പറയാതിരിക്കണം. സോ ദാറ്റ് ഈസ് വെർ ദ മാക്സിമം ഓഫ് ക്വാളിറ്റി. ഇതൊക്കെ നമ്മൾ കോൺവെർസേഷനിൽ നമ്മളിപ്പോൾ ഒരു കാര്യം മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മളിപ്പോൾ അയാൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാവണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അതാണ് നമ്മളിവിടെ ഈ ഒരു ഐഡിയയുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ വി ഫോക്കസ് ഓൺ ഇൻഫർമേഷൻ, അയാൾ ചോദിക്കുന്ന കാര്യത്തിൽ മാക്സിമം ഇൻഫർമേഷൻ കൊടുക്കുന്നു, അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ പറയുന്നില്ല. ഇനി ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ട്രൂത്ത്ഫുൾ ആയിരിക്കണം. നമുക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യമോ അല്ലെങ്കിൽ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ആഡിക്വേറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ലാത്ത കാര്യമോ നമ്മൾ പറയുന്നില്ല, മറിച്ച് നമുക്ക് ട്രൂത്ത്ഫുൾ ആണ്, ഇത് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് എ മാക്സിമം ഓഫ് ക്വാളിറ്റി.
Then we have the maximum of relation. ഇവിടെ എന്താ ഫോക്കസ് ചെയ്യുന്നത്? Where one tries to be relevant and says things that are pertinent to the discussion. ഇവിടെ എന്താ? റെലവൻസ്. ഈ പറയുന്ന വിഷയവുമായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള, കൃത്യമായിട്ട് എന്താ പറയുക, അതിനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം നമ്മൾ കൈമാറണം. ഇറലവൻ്റ് ആയിട്ടുള്ളതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ദ മാക്സിമം ഓഫ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഐഡിയാസ് നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ഓവർലാപ്പ് ചെയ്യുന്ന ഐഡിയാസ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ മാക്സിമം ഓഫ് റിലേഷൻ. സോ ഹിയർ വി ആർ ഫോക്കസിങ് ഓൺ റെലവൻസ്. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ റെലവൻ്റ് ആണെന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക. ഇത് ഈ വിഷയത്തിൽ റെലവൻ്റ് ആണ് എന്ന് മേക്ക് ഷുവർ ചെയ്ത് അപ്രോപ്രിയേറ്റ്ലി നമ്മൾ സംസാരിച്ചാൽ അതിനെയാണ് എന്ന് പറയുന്നത് മാക്സിമം ഓഫ് റിലേഷൻ എന്ന് പറയാം. Then we have the maximum of manner. എന്താണ് ഈ maximum of manner എന്ന് പറഞ്ഞാൽ? When one tries to be as clear, as brief and as orderly as one can in what one says and where one avoids obscurity and ambiguity. So the maximum of manner എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് പറയും. അതായത് എനിക്ക് ഇപ്പോൾ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ഞാനത് കോൺവേഴ്സ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ള ഐഡിയ, ഞാൻ പറയുന്ന കാര്യം വ്യക്തമായിരിക്കണം, അതിനകത്തൊരു കൃത്യത ഉണ്ടാവണം, അതിനകത്ത് ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നോഷൻ എങ്കിൽ അവിടെയാണ് ഈ മാക്സിമം ഓഫ് മാനർ എന്ന് പറയുന്ന ഒരു ആശയം മെയിൻ ആയിട്ട് വരുന്നത്. സോ ഇവിടെ എന്താ, ഇവിടെ ബേസിക്കലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ ബി ഇറ്റ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, റിലേഷൻ, ഇതിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വാട്ട് ഇസ് സെഡ്, നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം ഓഫ് മാനറിൽ നമ്മൾ പെർട്ടിക്കുലർലി ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഹൗ വി ആർ സേയിങ് ഇറ്റ്. അപ്പം ഹൗ എന്നുള്ളൊരു ആസ്പെക്റ്റാണ് ഇവിടെ, നമ്മൾ എങ്ങനെ അത് പറയുന്നു. ഇപ്പം ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ എന്താ ഇൻഫർമേഷൻ കൊടുക്കുന്നു, ക്വാളിറ്റി ആണെങ്കിൽ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, റിലേഷൻ ആണെങ്കിൽ റെലവെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, മാനർ ആണെങ്കിൽ എന്താ അതിനകത്ത് ഓർഡറിൽ അത് കൃത്യമായി ബ്രീഫായി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. സോ ഹൗ ആസ്പെക്റ്റ് ആണ് ഇവിടെ കുറച്ചുകൂടി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ നമ്മൾ എങ്ങനെ പറയുന്നു, മാക്സിമം ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഉണ്ട്, വി അവോയ്ഡ് ഒബ്സ്ക്യൂരിറ്റി ഓർ ആംബിഗ്വിറ്റി, നമ്മൾ ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും ആളുകൾക്ക് ഉണ്ടാവുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നു, ബ്രീഫായിട്ട് പറയുന്നു, ചുരുക്കി വളരെ ഓർഡറിൽ ക്ലിയർ ആയിട്ട് ആൾക്ക് മനസ്സിലാവുന്ന പോലെ പറയാം. ഇതാണ് നമ്മുടെ നോഷൻ എന്നുണ്ടെങ്കിൽ അതാണ് മാക്സിമം ഓഫ് മാനർ എന്ന് പറയുന്നത്. സോ എന്താ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് ഇദ്ദേഹം ഈ ഒരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കോൺവെർസേഷനിൽ ഏർപ്പെടുമ്പോൾ വെൻ വി കമ്മ്യൂണിക്കേറ്റിംഗ് ടു അനദർ പേഴ്സൺ, നമുക്ക് അയാൾക്ക് ഞാൻ പറയുന്നത് നന്നായി മനസ്സിലാവണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന അയാൾക്ക് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അയാൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അങ്ങനെ നമ്മൾ ദ വേ ഇൻ വിച്ച് പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് വെൻ ദേ വാണ്ട് ടു അണ്ടർസ്റ്റുഡ് ബൈ ദി അതർ പേഴ്സൺ, 4 രീതിയിലായിരിക്കും ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള നമ്മുടെ ഒരു തോട്ട് പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുക. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് 4 ഡിഫറെൻറ്റ് മാക്സിംസ്. നമ്മൾ ക്വാളിറ്റി പറഞ്ഞു, അത് നമ്മൾ ക്വാണ്ടിറ്റിയെ ഫോക്കസ് ചെയ്ത് വി സെഡ് അബൌട്ട് ക്വാളിറ്റി, റിലേഷൻ ആൻഡ് മാനർ. സോ ക്വാണ്ടിറ്റി യു കെൻ ഇക്വേറ്റ് വിത്ത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻഫർമേറ്റീവ് എന്ന് നിങ്ങൾക്ക് പറയാം. ക്വാളിറ്റി ട്രൂത്ത്ഫുൾ ആയിരിക്കാം. ഓക്കെ, ട്രൂത്ത്ഫുൾ എന്നുള്ള ആസ്പെക്ട് നോക്കാം. റിലേഷൻ ആണെങ്കിൽ റെലവൻസ്, ബി റെലവൻറ്റ്, ആൻഡ് മാനർ ആണെങ്കിൽ മേ ബി ബ്രീഫ്, ക്ലിയർ, അങ്ങനെയുള്ള ഐഡിയാസ് ഒക്കെ നമുക്ക് അതിനകത്ത് എടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ക്ലാരിറ്റി ഈസ് എ വെരി ഗുഡ് ടേം ദാറ്റ് യു കൻ അസോസിയേറ്റ് വിത്ത് maximum of manner. So coming back to the question നമ്മൾ ഇപ്പം നിങ്ങൾക്ക് ആൻസർ അറിയാം. One of the 4 maxims of conversation, quantity maximum reflects the right amount of quantity. Stands for what? It stands for information. അല്ലേ? Right answer is of course option 4. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സിമിലി ഇസ് ബേസിക്കലി നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളിങ്ങനെ താരതമ്യപ്പെടുത്തി പറയാം. സോ ഒരു ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു കാര്യത്തെ മറ്റൊരു കാര്യത്തിലേക്ക് കമ്പയർ ചെയ്ത് പറയുന്നതിനാണ് സിമിലി. ഇറ്റ്സ് എ ഫിഗർ ഓഫ് സ്പീച്ച്, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. പാരഡൈംസ് ആൻഡ് സിൻടാംസ്, ദീസ് ആർ അഗെയിൻ നമ്മൾ ലിംഗ്വിസ്റ്റിക്സിൽ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. സോ പാരഡൈം ഈസ് ബേസിക്കലി ചുരുക്കി പറഞ്ഞത് 2 അസോസിയേറ്റ് ചെയ്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പാരഡിഗ്മാറ്റിക് അല്ലെങ്കിൽ സിൻടാഗ്മാറ്റിക് എന്നൊക്കെ പറഞ്ഞുള്ള അപ്രോച്ചസ് നിങ്ങൾ ഓൾറെഡി മേ ബി ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും. പാരഡൈംസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജ് പേഴ്സൈഡ്, ലിംഗ്വിസ്റ്റിക് പേഴ്സൈഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു വേർഡിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്ന വാക്കുകളെന്ന് വേണമെങ്കിൽ വളരെ ചുരുക്കി നമുക്ക് അതിനെ മനസ്സിലാക്കാം. സിൻടാംസ് എന്ന് പറഞ്ഞാൽ it's the way in which it's a chain basically. ഒരു സെൻറ്റൻസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ there are various എന്താ പറയുക വേർഡ്സ് അല്ലെങ്കിൽ ഫോണീംസ്, അതൊക്കെ ഒന്നിച്ചു വന്ന് എങ്ങനെയാണ് ഒരു മീനിങ് ഫുൾ ഹോൾ ഉണ്ടാകുന്നത്, ഒരു എന്താ പറയുക ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഹൗ ദീസ് വേർഡ്സ് ആർ അറേഞ്ച്ഡ് ടുഗെദർ ഇൻ എ ചെയിൻ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് എ ഹോൾ മീനിങ്. സോ ദാറ്റ് ഇസ് സിൻടാംസ് ഇസ് ഓൾ അബൌട്ട്. സോ ദാറ്റ്സ് അഗെയിൻ അതിൽ തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷേ പേപ്പർ 1 നമുക്ക് അത്രയും ഒരു ഡീറ്റെയിൽസിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് എന്താ ടേം എന്താണെന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ 4 മാക്സിംസ് ഓഫ് കോൺവെർസേഷൻ ആണ്
ഫോക്കസ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റി മാക്സിമം ആയിരുന്നു ക്വസ്റ്റ്യൻ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഫോർ ഇൻഫർമേഷൻ. ഓക്കെ, സോ ഈ വീഡിയോയിൽ വളരെ റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിൽ നമ്മളോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത്. സോ കമ്മ്യൂണിക്കേഷൻ ആസ് എ മൊഡ്യൂൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ടെൻഡൻസി നമുക്ക് ഓരോ തവണയും ഒരു കുറേ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന കാണാനായിട്ട് സാധിക്കും. സോ ആ കാര്യങ്ങളിൽ നിന്ന് പിന്നീട് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ചോദിക്കുമോ ഇല്ലയോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. സോ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം കോറായിട്ട് കമ്മ്യൂണിക്കേഷൻ ആസ് എ മൊഡ്യൂൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് നന്നായി പ്രൈമറിലി പഠിക്കുക, എന്നിട്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്ന ഐഡിയാസ് ഒക്കെ മേ ബി ഇതിന് മുമ്പോ ഇതിന് ശേഷമോ ഇതിന് ചോദിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത പോലത്തെ ഏരിയാസാണ് കൂടുതലും കമ്മ്യൂണിക്കേഷനിൽ അവർ എക്സ്പ്ലോർ ചെയ്യുന്നത്. സോ ഇൻ ദാറ്റ് മാനർ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, നന്നായി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇഫ് യു ആർ കമ്മിങ് അപ്പ് വിത്ത് ഓർ യു ആർ സീയിങ് എ ന്യൂ ഐഡിയ, ഇപ്പോൾ ഒരു പുതിയ കാര്യം ഇതുപോലെ ഇപ്പോൾ ഒരു മാക്സിമം of conversation എന്നൊരു ഐഡിയ കണ്ടു. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ജസ്റ്റ് ഗോയിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓർ ജസ്റ്റ് റീഡിങ് അബൌട്ട് ദാറ്റ്. ഒരു മേ ബി ഒരു ഓവറോൾ ഐഡിയ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുന്ന ഒരു അപ്രോച്ചാണ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആവശ്യം. ദാറ്റ് ഇസ് വാട്ട് ഹെൽപ്സ് യു ഓൾസോ. കമ്മ്യൂണിക്കേഷൻ ആസ് എ മൊഡ്യൂൾ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, എസ്പെഷ്യലി ഇൻ ദ റീസെൻറ്റ് എക്സാംസ്, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണും അവർ എക്സ്പ്ലോർ ചെയ്യുന്ന ഏരിയാസും നോക്കുകയാണെങ്കിൽ കോർ ഏരിയാസ് യു ഷുഡ് ലേൺ ആൻഡ് അലോങ് വിത്ത് ദാറ്റ് മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. മാക്സിമം ക്വസ്റ്റ്യൻസ് എടുക്കുക, പ്രാക്ടീസ് ആസ് മച്ച് ആസ് ക്വസ്റ്റ്യൻസ് പോസിബിൾ. നന്നായി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ഇസ് നോട്ട് ലൈക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞിട്ട് പഠിച്ചു പോയിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അതിനകത്തൊരു ഐഡിയ വേണം, എന്താ ഈ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്, ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് പുതുതായിട്ടുണ്ടോ എന്നുള്ളത് നോക്കി ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും കൂടെ നിങ്ങൾ പഠിക്കണം. സോ ദിസ് ഈസ് വാട്ട് വി നീഡ് ഇൻ പേപ്പർ 1 ഓൾസോ. ഓരോ മൊഡ്യൂളിനും അതിൻ്റേതായിട്ടുള്ളൊരു നേച്ചറുണ്ട്, അല്ലെങ്കിൽ അതിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു രീതി കാണുമ്പോൾ ആ ഒരു മൊഡ്യൂളിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാവും. ഓരോ മൊഡ്യൂളിനും ഓരോ രീതിയിലുള്ള അപ്രോച്ചസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇത് എന്തിൻ്റെ ബേസിസിലാണ്? ഇപ്പം നമ്മൾ കോൺസെപ്റ്റ് മാത്രം ജസ്റ്റ് കുറേ കാര്യങ്ങൾ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സിറ്റ് ആൻഡ് ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്. പക്ഷേ അത് നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ മൊഡ്യൂളിന് ഒരു ക്വസ്റ്റ്യൻ പേഴ്സണിലുള്ള അവരുടെ ഒരു തിങ്കിങ് എന്താണ്, ഹൗ ദേ ആർ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമ്മൾ എത്തണം. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് തുടങ്ങണം. സോ ഈ രീതിയിലൊരു അപ്രോച്ചാണ് ശരിക്കും നമ്മളൊരു പേപ്പർ 1 ഒരു സക്സസ്ഫുൾ ആക്കുന്നതെന്ന് തോന്നുന്നു. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൂടുതൽ ഇഫക്റ്റീവ് ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആപ്പിൾ ബി അക്കാഡമിയുടെ കോഴ്സസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ വി ഹാവ് ക്ലാസ്സസ് ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ അവൈലബിൾ ഹിയർ. സോ നമ്മുടെ കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എക്കണോമിക്സ്, കൊമേഴ്സ്, ഇംഗ്ലീഷ്, മാനേജ്മെന്റ്, ജനറൽ പേപ്പർ എന്നീ വിഷയങ്ങൾക്കാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.